നമസ്കാരം. നേത്യാസ് മാജിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല നാടൻ അരി ഹൽവയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഹൽവ ഇഷ്ടമല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അത് വീട്ടിൽ തയ്യാറാക്കിയതാണെങ്കിൽ പറയുകയും വേണ്ടല്ലേ. അപ്പോൾ എങ്ങനെയാണ് നല്ല നാടൻ ഹൽവ വീട്ടിൽ തയ്യാറാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് ശർക്കരയാണ്. ഞാനിവിടെ 1/2 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, പെട്ടെന്നൊന്ന് ഉരുകി കിട്ടാനായി. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി, നല്ല ചൂടുവെള്ളമാണ് ഞാനിവിടെ ചേർക്കുന്നത്. 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 10-12 ഏലക്കായ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഏലക്കായ പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ ഏലക്കായ മുഴുവനോട് ഇട്ടിട്ട് ഈ ഒരു ശർക്കരയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉരുകി വരുമ്പോൾ ആ ഒരു ഏലക്കയുടെ എസൻസ് കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ, കയ്യിൽ ഏലക്കായ പൊടി ഇല്ലെങ്കിൽ. അപ്പോൾ ഇതൊന്ന് ഉരുകാനായി നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കിനി ആവശ്യം അരിപ്പൊടിയാണ്. ഞാനിവിടെ 1/2 കപ്പ് ആണ് അരിപ്പൊടി എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യം തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ഈ ഒരു കപ്പിനാണ് കേട്ടോ അരിപ്പൊടി അളന്നിരിക്കുന്നത്. പിന്നെ തേങ്ങാപ്പാലും ഈ ഒരു കപ്പിന് തന്നെയാണ് അളന്നിരിക്കുന്നത്. 4 കപ്പ്, ഈ ഒരു കപ്പിന് 4 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും ഒരുമിച്ചിട്ട് തന്നെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറേശ്ശെ ഈ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിന് വിസ്ക് വേണമെന്ന് നിർബന്ധമില്ല. നമ്മളുടെ കയ്യിലുള്ളൊരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് കുറേശ്ശെ ചേർത്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഫുള്ളായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ചാനലിൽ ഇതിനു മുമ്പും ഒരുപാട് ഹൽവ റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കയറി കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ കൂട്ട് നമ്മൾ ഹൽവ ഉണ്ടാക്കുന്ന ആ ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ ഇവിടെ ഹൽവ തയ്യാറാക്കാനായി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയും തേങ്ങാപ്പാലും കൂടി ഈ ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉരുക്കാനായിട്ട് വെച്ചിട്ടുള്ള ശർക്കര കൂടി ഇതിലേക്ക് നന്നായിട്ട് അരിച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. കാരണം ശർക്കരയിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ആ ഏലക്കായുടെ തോടും നമുക്ക് ആ ഒരു അരിപ്പിൽ തന്നെ കിട്ടും. അപ്പോൾ ചൂടോട് കൂടി തന്നെയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ഇനി സ്റ്റൗവിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ. ഒരുപാട് ഫ്ലെയിം ആവരുത് കേട്ടോ. ഒരുപാട് ഫ്ലെയിം ആയത് പെട്ടെന്ന് തന്നെ കട്ട കെട്ടും. അതുപോലെ തന്നെ നമ്മളിത് ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് പിന്നെ മറ്റു പണികൾക്കൊന്നും പോകരുത്. ഇതിൻ്റെ കൂടെ തന്നെ നിന്ന് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ച് പോകും. പിന്നെ നമുക്ക് ആ ഹൽവയുടെ ആ ഒരു ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മളുടെ ചാനലിൽ ഹൽവ റെസിപ്പീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ബാക്കി വരുന്ന ചോറ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഹൽവ, അതുപോലെ തന്നെ നുറുക്ക് ഗോതമ്പ് വെച്ച് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു ഹൽവ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടുന്ന പാത്രം കൂടി റെഡിയാക്കി വെക്കാം. ഞാൻ ഇവിടെ ഇതുപോലൊരു സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നന്നായിട്ട് നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹൽവ സെറ്റ് ആകുമ്പോൾ പെട്ടെന്ന് അത് വിട്ട് വരാനായിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്ത എള്ള് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിർബന്ധമില്ല, നമുക്കൊരു ഭംഗിക്ക് ഒരു ഡെക്കറേഷനായിട്ട് മാത്രം യൂസ് ചെയ്യുന്നൊന്നും ഉള്ളൂ. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് നട്ട്സ് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്നും നിർബന്ധമില്ല കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് വെളുത്ത എള്ള കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രം റെഡിയാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മളുടെ ഹൽവ ഇവിടെ കണ്ടോ കുറുകി വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നേരം ഇനിയും എടുക്കും. ജസ്റ്റ് അതൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. കണ്ടോ, ഒന്ന് തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ കുറച്ച് നേരം കൂടി. ഇപ്പോൾ ഒരു 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മളുടെ ഹൽവ കുറച്ചുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. നേരത്തേതിൽ നിന്നും കുറച്ചുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും തിക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആദ്യം 2 ടേബിൾ സ്പൂണാണ് നെയ്യ് ചേർക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുമിച്ച് നമ്മളെല്ലാ നെയ്യും കൂടി ആദ്യമേ ചേർക്കേണ്ട, കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം.
ഇനി അല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം കേട്ടോ. നെയ്യും വെളിച്ചെണ്ണയും കൂടി ഈക്വൽ ക്വാണ്ടിറ്റി വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ചേർത്തിട്ട് നെയ്യ് കുറയ്ക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഫുള്ള് നെയ്യ് തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെയും ചോയ്സ് അനുസരിച്ചിട്ട് വെളിച്ചെണ്ണയോ നെയ്യോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ആ നെയ്യൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഹൽവ വീണ്ടും ഒന്നുകൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി വീണ്ടും ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ നെയ്യും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 35 മിനിറ്റ്സ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ഹൽവ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട് 35 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അത് തിക്കായി വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നെയ്യും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഹൽവ ഒന്നുകൂടി ഒന്ന് തിക്കായിട്ടുണ്ട് കണ്ടോ. പാനിൽ നിന്നൊക്കെ ചെറുതായിട്ട് വിട്ട് വരുന്നൊരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ടോട്ടൽ ഞാൻ 6 ടേബിൾ സ്പൂണാണ് നെയ്യ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നെയ്യ് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് ഈ ഒരു ക്വാണ്ടിറ്റിക്ക് അധികം കൂടുതലല്ല. നമുക്ക് വേണമെങ്കിൽ അതിൽ കുറച്ചുകൂടി കൂടുതലൊക്കെ ചേർക്കാം. ഒരു 8-10 ടേബിൾ സ്പൂൺ വരെയൊക്കെ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നെയ്യുടെ ക്വാണ്ടിറ്റിയിൽ നമുക്ക് വ്യത്യാസം വരുത്താം. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കണം. ഈ ഒരു ബോൾ പോലെ ആയി വരുന്ന ഒരു കൺസിസ്റ്റൻസി വരെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നെയ്യ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്നട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കിസ്മിസ് ഇഷ്ടമുള്ളവർക്ക് കിസ്മിസും ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ കാഷ്നട്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ അതുപോലെ നമുക്ക് വേണമെങ്കിൽ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്യാതെ റോ ആയിട്ടുള്ള കാഷ്നട്ട് തന്നെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടി നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ഹൽവ കണ്ടോ പാനിൽ നിന്നൊക്കെ വിട്ട് നന്നായിട്ട് നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു തവി വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു ബോൾ പോലെ ഒരുമിച്ച് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി എത്തുന്നത് വരെ നമ്മൾ നന്നായിട്ടിത് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെയ്തപ്പോൾ ഏകദേശം എനിക്കൊരു 50 മിനിറ്റ്സ് ഒരു 45 to 50 മിനിറ്റ്സോളം എടുത്തു ഈ ഒരു കൺസിസ്റ്റൻസിയിലായി കിട്ടാൻ. അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് ഈ ഒരു ഹൽവ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിത് ചെയ്യാനായിട്ട് ഒരു 50 മിനിറ്റ്സോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ആ ചൂടോട് കൂടി തന്നെ നമ്മൾ ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്ലേറ്റൊക്കെ ആദ്യമേ റെഡിയാക്കി വെക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകൾ വശം നമുക്കൊരു സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്ക്രേപ്പറോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇനി ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ നമ്മളിത് സെറ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വയ്ക്കുക. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മളിതിന്ന് ചെയ്തിട്ട് പിറ്റേ ദിവസം എടുക്കുന്നതാണ്. അപ്പോഴാണ് നമ്മളുടെ ആ ഒരു ഹൽവയുടെ കറക്റ്റ് ടേസ്റ്റും ആ ഒരു ടെക്സ്ചറും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും നമ്മൾ സെറ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുക. അപ്പോൾ പിറ്റേന്നോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്നൊക്കെ എടുക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ നല്ല രീതിയിലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടി ഞാൻ കുറച്ച് എള്ള് വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് വിതറി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ അത് കാണാനായിട്ട്. അപ്പോൾ പ്രത്യേകിച്ച് എനിക്കത് ഫോട്ടോ കൂടി എടുക്കണോ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു എള്ള് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് സെറ്റ് ആവാനായി മാറ്റി വയ്ക്കാം. അപ്പോൾ ഹൽവയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എഴുതി സെലക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ നമ്മളുടെ ഹൽവ കണ്ടോ പാത്രത്തിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ വിട്ട് വരും നമ്മൾ നെയ്യ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ നല്ല പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്, നല്ല ടെക്സ്ചറിലാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.